കുട്ടീസ് റിസർവ് ഇന്നത്തെ അപ്ഡേറ്റ്. ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം കണ്ടേ. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ടതാണ്. ഡയറക്റ്റഡ് ബൈ സത്യനന്ദിക്കാട്. ഒത്തിരി നാൾ, ഒരു 10 വർഷത്തിന് ശേഷമാണ് പുള്ളിയെ വെച്ചുകൊണ്ട് അടുത്ത പടം സത്യനന്ദിക്കാട് എടുക്കുന്നത്. പക്ക ഫീൽ ഗുഡ് കേട്ടോ. അത് ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് പക്ക ഒരു ഇമോഷണൽ ഉണ്ട് വിത്ത് കോമഡിയാണ് കൂടുതൽ. ചിരിക്കാനുള്ള ഭാഗ്യം അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ അമ്മാതിരി ഭയങ്കര ഫീൽ ഗുഡ് ഈ പടം തന്നെ കാണുമ്പോൾ നമുക്കൊരു പക്ക ഒരു ഫ്രഷ്നെസ്സാണ്. പക്ക ഒരു എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്നൊരു പടം. ചിരി മാത്രമേ ഉള്ളൂ അതിൻ്റെ അവസാനം വരെയുള്ള അതിനകത്ത്. പിന്നെ എടുത്ത് പറയേണ്ടതൊക്കെ സ്ക്രീൻ പ്ലേ, സോനു ടി.പി. പുള്ളിയുടെ സ്ക്രീൻ പ്ലേ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ സത്യനന്ദിക്കാടിൻ്റെ മകൻ അഗസത്യനാണ് സ്റ്റോറി ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ. ഇപ്പം ആന്റണി പെരുമ്പാവൂർ ആയതുകൊണ്ട് തന്നെ പുള്ളി അറിയാമല്ലോ, പെരുമ്പാവൂർ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി വളർത്തിയില്ലേ പുള്ളിയുടെ കാണുന്നല്ല ഉണ്ട്, എവിടെയെങ്കിലും കാണും പുള്ളി. അങ്ങനെ ഇതിലും ഉണ്ട്. സ്റ്റാറിങ് മോഹൻലാൽ. ലാലേട്ടൻ്റെ ഒരു ഭയങ്കര തമാശ. നമ്മൾ പണ്ടത്തെ ആ നാടോടിക്കാറ്റ്, അതേപോലെ പണ്ടത്തെ പടങ്ങളൊക്കെ എടുത്തു നോക്കി, സത്യനന്ദിക്കാട് എടുത്തു കഴിഞ്ഞാൽ അക്കരെ 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 അതുപോലത്തെ പടങ്ങൾ ആ ഒരു മീറ്ററിലെ പടം പോകുന്നത് ഭയങ്കര രസമുണ്ട് അത് തന്നെ. പിന്നെ മാളവിക മോഹൻ്റെ അഭിനയം കൊള്ളാം. നമുക്ക് ഒരു നോർമൽ സാധാ ഒരു ഇത് തന്നെ. പിന്നെ സംഗീത് പ്രതാപാണ് ഇതിനകത്ത് കോമഡി ഫുൾ ഹാൻഡിൽ ചെയ്ത്. പുള്ളി നമ്മുടെ പ്രേമനാഥവൻ, അവനാണ് ഈ സിനിമ കോമഡി ഫുൾ ഹാൻഡിൽ ചെയ്യുന്നത് സംഗീത് പ്രതാപിൻ്റെ കയ്യിൽ. പിന്നെ ഉള്ളത് സിനിമാറ്റോഗ്രാഫി, അനു മുത്തേടത്ത് സിനിമാറ്റോഗ്രാഫി ഉള്ള. പിന്നെ എഡിറ്റഡ് ബൈ കെ രാജഗോപാൽ. പുള്ളിയുടെയും എഡിറ്റിംഗ് സ്റ്റൈലും കൊള്ളാം. മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ. മ്യൂസിക് രസമുണ്ട്, നമ്മളിങ്ങനെ കണ്ടിരിക്കുക ആ സാധനമൊക്കെ. പിന്നെ മ്യൂസിക് പറഞ്ഞാൽ ജസ്റ്റിൻ പ്രഭാകരൻ. പുള്ളിയുടെ ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ള പാട്ടാണ്, ഭയങ്കര ഫ്രഷ്. നമുക്കിങ്ങനെ കണ്ണടച്ച് പാട്ട് കേൾക്കാം നമുക്ക്. അതേപോലെ തന്നെ പിന്നെ ചില സാധനങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, നമ്മൾ കണ്ടു കഴിയുമ്പം സംഭവം പൊളിയാണ്. പിന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ ഇപ്പം എല്ലാ പടത്തിലും ഒത്തിരി പടത്തിന് ശേഷം ഇത്ര പടങ്ങൾ ചെയ്തതിൻ്റെ ഒരു വീഡിയോസ് കാണിക്കും, ആനിമേറ്റഡ് മോഷൻ പോസ്റ്റർ പോലെ, മോഷൻ വീഡിയോ. അതേപോലെ ഇതിനുമുണ്ട്. അത് നമ്മളെല്ലാം ഇൻസ്റ്റയിൽ കണ്ടുള്ള സാധനം തന്നെ. ആ സാധനം ഈ സിനിമയിലാണ് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ രസതന്ത്രത്തിൻ്റെ അതൊക്കെ ആ ഒരു സോങ്ങും ഇത് കണക്ഷൻ വെച്ചിരിക്കുന്ന രീതി. പിന്നെ ആശീർവാദിൻ്റെ റോഷൻ, അപ്പോൾ അറിയാൻ ആരൊക്കെ കൊണ്ടായിരിക്കുന്നു സിനിമയിലുള്ളത്. പിന്നെ സമയം 2.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല എങ്ങനെ പോയത്. കാരണം ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്. പക്ക ഇങ്ങനെ കണ്ടിരുന്ന് ചിരി. ആളുടെ അവസാനം വരെ അവിടെ ഇരുന്ന് ഞങ്ങൾ ആ തിയേറ്റർ ഫുൾ ചിരി മാത്രം. സിനിമ തുടങ്ങി തീരുതണം വരെ അത് ഭയങ്കര ഫീൽ ഗുഡ് പടം. ഇങ്ങനെ പക്ക എൻ്റർടൈൻമെൻറ്റ്, ഫാമിലി മൂവി അത് ഈ പടം. അങ്ങനെയാണ്. അപ്പം ഈ കൊല്ലം ലാലേട്ടൻ കൊണ്ടുപോയി. ജനുവരിയിൽ വന്നു, മാർച്ചിൽ വന്നു, അതേ ഓഗസ്റ്റിൽ വന്നു. ഈ കൊല്ലം പുള്ളി കൊണ്ടുപോയി. ഇതാണ് വേണ്ടത്, മലയാളികൾക്ക് വേണ്ടത്. ഈ മീറ്ററിലും ഈ ഒരു ഫ്ലോയിലും പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ പഴയ ആ ഒരു കഴിഞ്ഞ കൊല്ലം മൊത്തം ഒരു ഡൗൺ ആയിരുന്നു. പക്ഷെ ഇക്കൊല്ലം പുള്ളി കൊണ്ടുപോയി. മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടർ പുള്ളി കൊണ്ടുപോയി ഈ ഇയർ. ഇങ്ങനെയൊക്കെയാണ് ഈ പടം. എല്ലാവരും പോയി മസ്റ്റായിട്ട് കാണണം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമുക്ക് ഈ പടം നമുക്ക് ഫാമിലി ആയിട്ട് ഓണമൊക്കെ വരുക, ഓണമായിട്ട് സിനിമകൾ, ഈ പടം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം സജസ്റ്റ് ചെയ്യുക. എല്ലാവരും പോയി പടം കാണുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബൈ.